യോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ വേറൊരു സിനിമയോട് കണ്ടിട്ടുണ്ടായത്, അതിൻ്റെ വീഡിയോ രാത്രി ഇട്ടിട്ടുണ്ടായതില്ല. വിലായത്ത് ബുദ്ധ, ഡയറക്റ്റഡ് ബൈ ജയൻ നമ്പ്യാർ. നമ്മുടെ സച്ചി സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. എഴുതിയിരിക്കുന്നത് GR ഇന്ദുഗോപൻ, രാജേഷ് പിന്നാടൻ. ഇതിൽ GR ഇന്ദുഗോപൻ എന്ന് പറഞ്ഞ പുള്ളീൻ്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണെന്നാണ് ഞാൻ കേട്ടത്. പുള്ളിയാണ് നമ്മൾ മറ്റേ പൊന്മാൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് എഴുതിയത്, അത് കിടിലായിരുന്നു. പൊന്മാൻ, പിന്നെ തെക്കൻ തല്ലിയേസ്, കാപ്പ, ആ ഒരു തെക്കൻ ശൈലി പിടിച്ചു വരുന്ന സിനിമകളെല്ലാം പുള്ളിൻ്റെ കയ്യിരിക്കുന്നതാണ്. ഇപ്പൊ കാപ്പ കുറേയൊക്കെ എന്താ പറയുക, കളിയാക്കലും വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ആ ഒരു ട്രിവാൻഡ്രം കാപ്പ ഗുണ്ടകളുടെ അത് ഏറെക്കുറെ ആ ഒരു സംഭവം തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്ര ഹൈ എന്റർടൈനറോ അങ്ങനെയൊന്നും അല്ല, പ്യുവർ ഗാങ്സ്റ്റർ പടമാണത്. അഭിനയിച്ചിരിക്കുന്നവർ പൃഥ്വിരാജ് സുകുമാരൻ ആസ് ഡബിൾ മോഹനൻ, ഷമി തിലകൻ ചേട്ടൻ, അയ്യോ ഷമി തിലകൻ ചേട്ടനുണ്ട്, അനു മോഹൻ, പ്രിയംവദ കൃഷ്ണൻ, നമ്മുടെ മറ്റേ മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകിയ പുള്ളിക്കാരിയുണ്ട്, തെജീന്തൻ അരുണാചലം, പിന്നെ ആരുടെ പിന്നെ നമ്മുടെ ധ്രുവ് സിനിമയിലുണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട് സിനിമയിൽ. മ്യൂസിക് ബൈ ജേക്സ് ബിജോയ്, സിനിമാറ്റോഗ്രാഫി ബൈ അരവിന്ദ് കാശ്യപ്, റന്നദേവ്, എഡിറ്റർ ശ്രീജിത്ത് സാരംഗ്. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ളത്. പിന്നെ സിനിമയുടെ പടം തുടങ്ങി ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ രാജുവേട്ടൻ ഇല്ല. ആദ്യത്തെ ഒരു അരമണിക്കൂർ അവര് ഷമി തിലകൻ ചേട്ടന്റെ ക്യാരക്ടറും പുള്ളീന്റെ നാട്ടിലുള്ള വിലയും പിന്നീട് ആ വില അങ്ങ് മാറുന്നതും എന്താ പറയാ, ഒരു തീട്ട കേസാണ് ആദ്യത്തെ 30 മിനിറ്റ്. സത്യസന്ധമായിട്ട് പറയാലോ, ലിറ്ററലി തീട്ട കേസാണ് ആദ്യത്തെ 30 മിനിറ്റ്. പിന്നീട് പടം അങ്ങ് തുടങ്ങി ഡബിൾ മോഹനെ ചന്ദനെ കടത്ത്, ഈ നാട്ടുകാർക്ക് മറ്റേ ചന്ദനെ വെട്ടി വിൽക്കാൻ വെക്കൂല, അപ്പൊ ഈ ഓരോരോ ഏജന്റുമാരെ ഏൽപ്പിക്കും ഇതങ്ങ് വെട്ടിക്കൊണ്ട് പോകാനായിട്ട്. ആ ഒരു രീതിയിലുള്ള ഒരു മച്ചാനാണ്. അല്ലാതെ മറ്റേ കട്ടിക്കറി ചന്ദനൊക്കെ മറ്റേ പുഷ്പമൊന്നുമല്ല കേട്ടോ, ഇങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. അപ്പൊ പുള്ളിയുടെ ആ ഒരു റോനസ്, ആ ഒരു സംഭവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, അതൊക്കെ ഭയങ്കര ഓക്കേഷ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് കുറച്ച് പോസിറ്റീവ്സ് തോന്നിയത് ഫൈറ്റ് സീക്വൻസ്, ആ ഒരു ഇന്റർവൽ ബ്ലോക്കിന് മുമ്പുള്ള ഒരു കവല കടന്നുള്ള ഒരു അടിയുണ്ട്, അത് നൈസായിരുന്നു. അതിന്റെ തുടക്കവും അടിപൊളിയായിരുന്നു. നമുക്കൊരു പൊളി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം വരുന്നൊരു സംഭവം അതിലുണ്ട്. പിന്നെ മ്യൂസിക് ബുദ്ധം ശരണം ഗജ്ജാവേ. സത്യസന്ധമായിട്ട് പറഞ്ഞു ഞാൻ മ്യൂസിക് ആ ഒരു പോർഷനൊക്കെ കൊള്ളാം. പക്ഷെ ജേക്സ് ബിജോയ് ചെയ്തതിൽ ഈ വർഷത്തെ ഏറ്റവും വീക്കസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കും ഈ സിനിമ എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അജാതി സാധനങ്ങളാണ് ഇത്രയും നാളെ നമ്മൾ കേട്ടത്. ഇവൻ ആ കാന്തയിൽ കണ്ടതാണെങ്കിലും ലോക, പിന്നെ നമ്മുടെ തുടരും, അങ്ങനെ ഇഷ്ടംപോലെ സിനിമയിൽ നമ്മൾ കിടിലൻ മ്യൂസിക് ഒക്കെ കേട്ടിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു സാധനവും ഇല്ല. ഇവൻ നരിവേട്ടയില് പോലും കിടിലനായിരുന്നു. പിന്നെ എടാ ഈ സിനിമാറ്റോഗ്രാഫിയൊക്കെ റന്നദേവ്, അരവിന്ദ് കാശ്യപ് ആ ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ബേസിക് കാര്യങ്ങൾ തന്നെ. പിന്നെ കുറെ ഡ്രോൺ ഷോട്ട് ഉണ്ട്, അല്ലാതെ ഫൈറ്റ് സീക്വൻസിലൊക്കെ കുറച്ച് മറ്റേ ബോൾട്ട് ക്യാമറ ഒക്കെ യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാർ ചേസ് സീനൊക്കെ കുറെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വലിപ്പീരായി. നമുക്ക് ചുമ്മാ കണ്ടോണ്ടിരിക്കാന്നല്ലാതെ ഒരു എന്താ പറയാ, ഒരു എലിവേഷൻ ഇല്ല ഒരു സീനിനും. ഒരിപ്പോ ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ അവിടെ ചെറുതായിട്ടൊന്ന് ആയിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ല. ആ ഒരു കാർ ചേസൊക്കെ. പിന്നെ ഒരു രാജപാളയം പട്ടിയുണ്ട്, രാജപാളയം തോന്നുന്നു, മറ്റേ ഹൈറ്റൊക്കെ ഉള്ള നല്ലൊരു വലിയൊരു പട്ടി, പുള്ളിക്കാരൻ നൈസായിരുന്നു. പിന്നെ ഇനി കുറച്ച് നെഗറ്റീവ്സ് അങ്ങ് പറയണോടെ. അതായത് VFX, എൻ്റെ ദൈവമേ, സെക്കൻഡ് ഹാഫിൽ ഒരു മല കയറുന്ന ഒരു സീനുണ്ട്. ഇതിന്റെ മെയിൻ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഈ മലമുകളിലുള്ള ആദിവാസികൾക്ക് വഴിയില്ലാത്തതുകൊണ്ട് വഴിവെട്ടി കൊടുക്കാൻ നടക്കുന്ന രാജുവേട്ടൻ, ഇതാണ് മെയിൻ ഒരു സംഭവം. പിന്നെ വേശ്യന്റെ മകൾ നായിക. അപ്പോൾ അതിൻ്റെയൊക്കെ ചൊല്ലി എന്താ പറയാ, എല്ലാവരുടെയും ഈ ഒരു സൽപ്പേര് നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് എല്ലാവർക്കും ഉള്ളത്. ചന്ദനക്കടത്തുകാരൻ അത് പോട്ട്, പുള്ളിക്ക് ഇങ്ങനെ നല്ലൊരു വഴിവെട്ടാനുള്ള കാശ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചന്ദനക്കടത്തൊക്കെ നിർത്തും എന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കുന്നു. ഒരു പഴയ ഒരു വേശ്യന്റെ മകൾക്ക് ആ ഒരു പേര് മാറ്റി ഒരു നല്ല പേരിലോട്ട് എത്തണം എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഷമി തിലകൻ ചേട്ടന്റെ
അത് ഭയങ്കര ഒരു എന്താ പറയാ, പുള്ളിക്കൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നതും കേൾക്കാൻ താല്പര്യമില്ലാത്തതും ചെവി പൊത്തി അടക്കേണ്ടതും മറ്റേ മുണ്ട് വെച്ച് തലമറിച്ചിറക്കേണ്ട അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂ ആണ് ആ ഒരു തീട്ട കേസ്. അപ്പൊ പുള്ളീന്റെ കഥാപാത്രമാണെങ്കിൽ ആ ഷമിതിരൻ ചേട്ടന്റെ കുറെ സാധനങ്ങളൊക്കെ നന്നായിരുന്നു, പക്ഷെ ടുവേർഡ്സ് എൻഡ് വരുമ്പോഴത്തേക്കും അത് ഫുള്ള് കോമഡി ആക്കി കളഞ്ഞല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു VFXന്റെ സീൻ, ആ ഒരു മല കയറുന്ന ഒരു സീനുണ്ട്, എന്റെ ദൈവമേ, ഗ്രീൻ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുക, എഴുതി അച്ചടിച്ച് വെച്ചിരിക്കുക. പിന്നെ മലമോളിൽ പോയിട്ട് എന്റെ പൊന്നോ, അതിനെ കുറിച്ച് എനിക്ക് പറയാൻ പോലും താല്പര്യമില്ലടേ. ആ ഒരു പോർഷൻ അവിടെ ഒരു 10-25 മിനിറ്റ് എന്തോ ഫുൾ സീൻ ഉണ്ടെന്ന് തോന്നുന്നു. അത് എന്തോ ആയിരുന്നടാ, ഭയങ്കര അലമ്പാക്കി, ഭയങ്കര എന്താ പറയാ, ഈ കല്യാണ ആൽബം ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് വെക്കൂലേ, അതുപോലത്തെ കൂറ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നീട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻ പ്ലേയിൽ കുറെ പാളിച്ചുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പടം സച്ചി സാറ് ചെയ്യാനെന്നാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ പുള്ളി അത് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു കയ്യപ്പൻ കോശി വൈബുള്ള ഒരു റിയലിസ്റ്റിക് കൊമേഴ്ഷ്യൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടിയേനെ. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവർ റിയലിസ്റ്റിക് പിടിക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്, എന്നാൽ കൊമേഴ്ഷ്യൽ ആക്കാൻ നോക്കിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ആക്കാനുള്ള ഒരു എലിവേഷൻ സീക്വൻസോ മ്യൂസിക്കോ മര്യാദയ്ക്കില്ല, എന്നാൽ റിയലിസ്റ്റിക് ആക്കാനുള്ള ആ റോനസിലോട്ടും മൊത്തത്തിൽ എത്തിയിട്ടില്ല. അങ്ങനത്തെ രണ്ടും കെട്ട ഒരു അവസ്ഥയിലായിരുന്നു ഇത് കടന്നത്. അപ്പൊ അതിന്റെ സ്ക്രീൻ പ്ലേ, പ്രത്യേകിച്ച് ഡ്യൂറേഷൻ 3 മണിക്കൂർ, എനിക്ക് അറിയാത്ത കാര്യമുണ്ട്. ഇനിയിപ്പോ നോവൽ അതേപടി അവരെടുത്ത് സിനിമ ആക്കിക്കൊണ്ടുള്ള പ്രശ്നമാണോ എന്താന്ന് എനിക്കറിയില്ല. ഭയങ്കര വലിപ്പീരായിരുന്നു, വലിച്ച് റബ്ബർ ബാൻഡ് വലിച്ച് ഫസ്റ്റ് ഹാഫ് ഞാൻ വാച്ച് നോക്കി എനിക്ക് മതിയായി. ഇതൊന്മാര് നിർത്തണമില്ല, എവിടെങ്കിലൊക്കെ കൊണ്ട് നിർത്തും. കാരണം ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവിടെ ഒരു ഇന്റർവെല്ലായിരിക്കും, ഫൈറ്റ് സീക്വൻസ് വരുമ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുമായിരിക്കും. പക്ഷെ ഫൈറ്റ് സീക്വൻസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇന്റർവെല്ലിൽ വെച്ചിട്ടാണ് വിലായത്തിന്. അപ്പൊ ഈ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദന മരങ്ങളുടെ ഒരു ഹയർ വേരിയന്റ്, ഭയങ്കര ഒരു എന്താ പറയാ, ഏറ്റവും വില കൂടിയത്, കാലാകാലങ്ങളിൽ നിൽക്കുന്നത്, നല്ല മണമൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു വിലായത്ത് ചന്ദന മരം കൊണ്ട് ഉണ്ടാക്കുന്ന ബുദ്ധശില്പിക്ക് പ്രത്യേക ഒരു ഭംഗിയാണെന്നൊക്കെയാണ് പറയുന്നത്. അത് വലിയ വലിയ കാശുകാരുടെ വീട്ടിലൊക്കെ ഇരിക്കുന്നുണ്ടാവുള്ളൂ, ആ ഒരു സംഭവമാണ്. പിന്നെ വില്ലന്മാര് 2 പേര്, എന്റെ പൊന്നോ, എടാ ഈ രാജുവേട്ടനെ പോലെ ഒരാളെ ചിലപ്പോ എങ്ങനെ ആയിരിക്കാം, ഡബിൾ മോഹൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ പുള്ളി ഇതാക്കിയ പുള്ളി മാത്രമായിരിക്കും എല്ലായിടത്തും മെയിൻ. ഇപ്പൊ പുഷ്പയ്ക്കാണെങ്കിൽ പോലും എതിരാളികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കള്ളക്കടത്ത പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി കുറെ വില്ലന്മാര് നല്ല നല്ല ആൾബലമൊക്കെ ഉള്ളവന്മാരുണ്ടാവും. ഇത് 2 പീറ പിള്ളേര് ബൈക്കില് പോണെ, അവന്മാരുടെ മുഖത്ത് പന്നിപ്പടക്കം എറിഞ്ഞ് കൊടുത്താൽ പോലും എക്സ്പ്രഷൻ വരില്ല, അമ്മായി ഉള്ള ഒരു വെട്ട് കേസാണ്. എന്നിട്ടും കാര്യമില്ല, വില്ലന്മാരും വെറുതെ, വില്ലന്മാരെ തല്ലാൻ പോണെന്നും വെറുതെ, അങ്ങനെയൊക്കെ ഞാൻ ലോജിക് നോക്കി സിനിമ കാണാത്ത ഒരാളാണ്. പക്ഷെ ഇത് എന്ത് നോവലാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ ഈ നോവൽ എഴുതിയ കാലഘട്ടമൊന്നുമല്ലേ സിനിമയിലേക്ക് വരുന്നത്, പുഷ്പേന്റെ റെഫറൻസ് ഒക്കെ ഉണ്ടായത്, അതുകൊണ്ട് ചോദിച്ചാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ കുറെ ഇമോഷണൽ സീൻസ് ഒക്കെ ആണെങ്കിൽ പോലും രാജുവേട്ടന് പഴയ പോലെ കൺവേ ചെയ്യാൻ പറ്റുന്നില്ലടേ, ഒന്നും വരുന്നില്ല. ആ ഒരു ആടുജീവിതത്തിലൊക്കെ കണ്ണ് നിറഞ്ഞു പോയത് പിന്നീട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതിന്റെ അധികം സിനിമ പുള്ളി ചെയ്തിട്ടില്ല, വേറെ കാര്യം. ഇവിടെ ഒരു എമ്പുരാനുണ്ട്, പിന്നെ ഗുരുവായൂർ അമ്പലടയിലുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളിനെ എല്ലാവരും കൂടി വിമർശിക്കണതിൽ എനിക്ക് വിഷമമുണ്ട്. കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളീന്റെ കരിയറിലെ പുള്ളി ഉണ്ടാക്കിയ ഒരു ഗ്രോത്ത് ഉണ്ട്, ആ ഒരു ഗ്രാഫ്. അത് വർഷങ്ങൾ മുമ്പേ മനസ്സിലാക്കി, ഇന്ന വർഷം ഇത്രയൊക്കെ ചെയ്യണം, ഇത്ര വർഷം കഴിയുമ്പോൾ ഞാൻ ഇന്ന രീതിയിൽ എത്തും എന്നുള്ളൊരു പോയിന്റിൽ എത്തിയത്, അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. അത് പുള്ളി അത് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ കോഞ്ഞടിക്കണ മാർക്കൊന്നും പുള്ളിന് മുമ്പിൽ പോയി നിൽക്കാനുള്ള ഒരു എന്താ പറയാ യോഗ്യത പോലും ഇല്ല. ഈ കളിയാക്കണൊക്കെ ഉണ്ട്, കുറെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചിരിക്കുകയും ചെയ്യും. പക്ഷെ ചിലവന്മാരൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു 10 റീൽ പറഞ്ഞാൽ ഒരു 4 എണ്ണം പുള്ളിനെ ഇട്ട് ഇതാക്കണമായിരിക്കും. എനിക്കിഷ്ടമുള്ള നടൻ തന്നെയാണ്. ഞാൻ ഇനിയും പുള്ളിന്റെ ഖലീഫയൊക്കെ വരട്ടെ, അത് ജില്ലാങ്കടി താനമായിരിക്കും. അപ്പൊ ഈ പടം ഇങ്ങനെയാണ്, ഒരു എന്താ പറയാ, ഒരു ഇതിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞു, കടുപ്പില്ലാതെ മധുരം കൂട്ടി ഒരു കാപ്പി കുടിച്ച് എങ്ങനെ ഉണ്ടാവും, വായുമാര് കൊഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു സാധനം 3 മണിക്കൂറുണ്ട്, എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. പക്ഷെ പടം തീരുമ്പോഴത്തേക്കും വേറെ എന്തൊക്കെയൊക്കെയോ ആയി. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് സീനൊക്കെ ആ നടിയൊക്കെ അഭിനയിച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞു.
അയ്യോ. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണ് വിലായത്ത് ബുദ്ധ. എനിക്ക് കാര്യമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതെനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇരുന്ന് മതിയായി അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക്. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ സച്ചി സാറ് പുള്ളീൻ്റെ ഒരു ട്രിബ്യൂട്ട് പോലെയൊക്കെയാണ് ചെയ്തത്. അതിലൊക്കെ ഒരു വിഷമമുണ്ട്. എന്നാൽ പുള്ളീൻ്റെ വർക്കിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇത് പുള്ളി ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ചെയ്തതിനെ, പുള്ളിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും നല്ലൊരു സിനിമയായിട്ട് ഇത് മാറുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. മറ്റേ പടം അത് തൂക്കൂടെ, അത് ഉറപ്പാണ്. ഈ പടം കഴിഞ്ഞിട്ട് അത് കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടായത്. ബൈ ബൈ.